ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നൊരു കിച്ചൺ ക്ലീനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, നമുക്ക് ഡെയിലി നമ്മുടെ കിച്ചൺ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് കാണിക്കുന്നത്. നമ്മൾ എന്തായാലും കാലത്തും വൈകിട്ട് കിച്ചണിൽ കുക്ക് ചെയ്യാൻ കയറുമല്ലോ. അപ്പോൾ ആ സമയം നമുക്ക് കൈയോടെ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഈ പറഞ്ഞു തരുന്നത്. ഞാനതാണ് ഡെയിലി എൻ്റെ കിച്ചണിൽ ഫോളോ ചെയ്യുന്നതും എൻ്റെ കിച്ചൺ ക്ലീൻ ആയിരിക്കാനായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കിച്ചൺ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിച്ചൻ്റെ ജനലും ഡോറൊക്കെ ഒന്ന് തുറന്നിടാം. എപ്പോഴും നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതൊരു ഒരു സുഖമില്ലാത്ത കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും കിച്ചൻ്റെ ഡോറും ജനലൊക്കെ തുറന്നിട്ടിട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് എയർ പാസിങ്ങും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ഫ്രഷ്നെസ്സാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിലെ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ കിച്ചൻ്റെ ജനലിൻ്റെ അവിടെ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം തുറക്കാനായിട്ട്, എന്നാലും അതൊരു ഭംഗിയാണ്. അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പുണ്ടല്ലോ, അതൊന്ന് തുടച്ച് നീറ്റാക്കി എടുക്കാം. നമ്മളെപ്പോൾ കുക്ക് ചെയ്യുമ്പോഴും ഈ ഗ്യാസ് അടുപ്പുമ്മേ എന്തെങ്കിലുമൊക്കെ തെറിച്ച് പോകണം. ഒന്നുമില്ലെങ്കിൽ കുക്കറിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ കുക്കറിൽ നിന്ന് തെറിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉള്ളി മൂപ്പിക്കുമ്പോഴും അങ്ങനെയൊക്കെ വെളിച്ചെണ്ണ ആയാലും മീൻ വറക്കുമ്പോൾ അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഗ്യാസുമ്മേ പോകും. നമ്മളത് പിന്നെ തുടയ്ക്കാന്ന് വെച്ചിടരുത്, കൈയോടെ തന്നെ തുടച്ചിടുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഗ്യാസ് ക്ലീനാക്കി കിട്ടും. അന്നേരം പിന്നെ തുടയ്ക്കാന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ടുണ്ടാവും, പിന്നെ അതൊരു നമുക്ക് ഇരട്ടിപ്പണിയായി മാറും. ഗ്യാസ് തുടയ്ക്കുമ്പോൾ കൂടെ തന്നെ ഗ്യാസിൻ്റെ അടിഭാഗം കൂടി പൊക്കി തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ തിളച്ച് കൊണ്ടൊക്കെ നേരെ നമ്മുടെ കൗണ്ടർ ടോപ്പുമ്മേക്ക് പോയിണ്ടാവുമല്ലോ, അത് നമ്മൾ തുടച്ചില്ലെങ്കിൽ അത് അവിടെ കിടന്ന് അതും പിന്നെ ഭയങ്കര കറിയായി മാറും. അതോടൊപ്പം തന്നെ ഈ ഗ്യാസിൻ്റെ അടുത്തുള്ള പോള് അവിടെയും ഈ തെറിച്ചിങ്ങനെ കുക്കറിൽ നിന്നൊക്കെ പ്രഷർ കുക്കറിൽ നിന്നൊക്കെ തെറിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ കൂടെ തന്നെ അവിടെയും തുടച്ച് ക്ലീൻ ആക്കി ഇടാം കേട്ടോ. അപ്പോൾ അവിടെ ഭാഗം മൊത്തം നമ്മുടെ ക്ലീൻ ആയിട്ടുണ്ടാവും. പിന്നെ കിച്ചൻ്റെ സിങ്കിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് കുറേ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടിയിട്ടിട്ട് ഒരുമിച്ച് കഴുകാമെന്ന് വെച്ച് നിൽക്കരുത്. നമ്മൾക്ക് ഒരു പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം തന്നെ കൈയോടെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ മാക്സിമം കൈയോടെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതൊരു പിന്നെ അതിന് വേണ്ടി നമ്മൾ വേറെ നിൽക്കണം. അപ്പോൾ സിങ്കൊക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിടുക. പിന്നെ വെജിറ്റബിൾസൊക്കെ എപ്പോഴും കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ മുറത്തിലൊക്കെ ആക്കി മാറ്റി വയ്ക്കുക, കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇടാണ്ട്. പിന്നെ അപ്പോൾ ആ കൗണ്ടർ ടോപ്പ് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യേണ്ടി വരില്ലല്ലോ. ഓൾറെഡി നമ്മൾ അതൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും നാളികേരം ചിരവാനായിട്ട് ചിരവ യൂസ് ചെയ്യും. നമ്മുടെ ഇവിടെ മരത്തിൻ്റെ ചിരവയാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ ചിരവയുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൂപ്പലും കറയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. വേണമെങ്കിൽ വെയിലത്തും കൂടി ഒന്ന് വെക്കാം. അതിങ്ങനെ ദിവസവും ചെയ്യേണ്ട, ആഴ്ചയിലൊക്കെ ഒന്ന് ചെയ്താൽ നമ്മുടെ ചിരവ് വൃത്തിയാവും. പിന്നെ നമ്മുടെ മിക്സിയാണ്. മിക്സിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് തെറിച്ച് പോകാനും ആ ജാറിൻ്റെ ഉള്ളിൽ കൂടെ ലീക്കായി മിക്സിയിലേക്കൊക്കെ പോകാനൊരു സാധ്യത എപ്പോഴും കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും മിക്സി ഒരു ചെറിയ നനവുള്ളൊരു തുണി കൊണ്ട് തുടയ്ക്കുക. എന്നിട്ട് നന്നായി തുടച്ച് വേണമെങ്കിൽ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. എൻ്റെ മിക്സി അധികം അഴുക്കുണ്ടായില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് കഴുകുമ്പോഴും അതിനുള്ളിലത്തെ ആ ബ്ലേഡിനിടയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ അരച്ച നാളികേരത്തിൻ്റെ ഇപ്പോൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വെച്ചാൽ അതിനിടയിൽ പെട്ടിരിക്കുന്നുണ്ടാവും. വെറുതെ കഴുകിയ പോവില്ല. അപ്പോൾ ഒരു സ്ക്രബ്ബറൊക്കെ വെച്ച് നന്നായി കഴുകുക. അതുപോലെ തന്നെ മിക്സിയുടെ അടിഭാഗത്തെ ആ ഇതുണ്ടല്ലോ, ആ കറങ്ങുന്ന സംഭവം, അതിനുള്ളിൽ നല്ലോണം അഴുക്കിരിക്കും, അതും നന്നായി കഴുകി കളയണം. പിന്നെ ഈ മിക്സിയുടെ ജാറുമത്തെ ഒരു ബുഷ് പോലത്തെ സംഭവമുണ്ട്, അത് അയച്ചിട്ട് നല്ലോണം അതിൻ്റെ ആ സംഭവമുണ്ട് അടപ്പ്, അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ എപ്പോഴും. അതിന് ശേഷം നമ്മൾ സിങ്ക് എപ്പോഴും കഴുകി നീറ്റാക്കിയിടുക. ഈ സിങ്കിൽ വേസ്റ്റൊന്നും ഇടാണ്ട് നന്നായി കഴുകി എപ്പോഴും നീറ്റാക്കിയിടണം. ഈ സിങ്ക് കഴുകാനായിട്ട് പാത്രം കഴുകണ സ്ക്രബ്ബർ ഉപയോഗിക്കാതെ വേറെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകാം കേട്ടോ. എന്നിട്ട് സിങ്ക് കഴുകിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള വെള്ളങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ആ വോൾസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക. അപ്പോൾ നമ്മുടെ ആ ഏരിയ നല്ല നീറ്റാണ് ക്ലീനായിട്ട് കിടന്നോളും. സിങ്കൊക്കെ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം, വേസ്റ്റൊന്നും ഇടാണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് സിങ്ക് ബ്ലോക്കായി എടുക്കും. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുനടന്നു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു കംപ്ലയിൻസും വരില്ല. പിന്നെ എപ്പോഴും നമ്മൾ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുക. അപ്പോൾ നമുക്ക് ഈ പാത്രങ്ങൾ കഴുകണ നേരത്തെ കറിവേപ്പില അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കാമല്ലോ. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാം. അതായത് കുക്കിംഗ് കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ടോപ്പും പിന്നെ ഗ്യാസ് അടുപ്പും പിന്നെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ നീക്കി വെച്ചൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാം.
അതുപോലെ തന്നെ എപ്പോഴും സിങ്കിൻ്റെ അടുത്ത് ഒരു ചവിട്ടി നമ്മൾ ഇടണം. കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ നിലത്ത് പോകാമെന്ന് വെച്ചാൽ തുടയ്ക്കാനും അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ചവിട്ടി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ തുടയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ കബോർഡുകളൊക്കെ എപ്പോഴും തുടച്ച് നീറ്റാക്കി കൊണ്ടുവയ്ക്കുക. മുകളിലത്തെയും അടിയിലത്തെയും കബോർഡൊക്കെ എന്നും തുടയ്ക്കാൻ എന്നും തുടച്ചില്ലെങ്കിലും ഒന്നരടെങ്കിലും തുടയ്ക്കാൻ നോക്കാം കേട്ടോ. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലും പിന്നെ കബോർഡിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ അതുവർക്ക് ഒന്ന് തുടച്ച് പൊടിയൊക്കെ കളയാം. അവിടെയൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടു നടക്കുക. പിന്നെ ഒന്ന് അടിച്ചൊക്കെ തുടച്ച് നമ്മുടെ കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഇതിന് വേണ്ടി നമ്മൾ പ്രത്യേക സമയമൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. അതുമായിട്ട് ബൈ.